അപ്പോൾ ഇന്ന് വി എസ് സനോജ് ആണ് നമുക്കൊപ്പം ഉള്ളത് പ്രസ് സ്റ്റോപ്പിൽ. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് വാർത്തയിലേക്ക് തന്നെ പെട്ടെന്ന് കിടക്കാം. കാരണം ധാരാളം വാർത്തകളുള്ള ദിവസം. മറ്റൊന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് വന്ന ഒരു ഹർജിയിൽ കോടതി നടത്തിയ പരാമർശം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എല്ലാ പത്രങ്ങളും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള ആ പ്രയോഗം രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തി. കാരണം ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഒരു പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചെല്ലുന്നു. സുപ്രീം കോടതി അതിനെ ആ രീതിയിൽ അത് അംഗീകരിക്കാതിരിക്കുകയും ഒപ്പം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുന്നു. അത് 6 ആഴ്ച കൂടി ഈ കേസ് അന്വേഷിക്കാൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ കൂടുതൽ സമയം ഹൈക്കോടതി അനുവദിച്ച ആ സമയത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നീക്കി കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകുന്നത്. ആ വാർത്ത രണ്ടും കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. 6 ആഴ്ച കൂടി അന്വേഷിക്കാമെന്ന് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം അതിനുള്ളിൽ ബോക്സാക്കി തന്നെ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തിയ കാര്യവും പറയുന്നു. മലയാള മനോരമ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള പ്രയോഗം തന്നെയാണ് അവർ തലക്കെട്ടാക്കിയത്. ഒപ്പം വൻ ക്രമക്കേടെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് ഒരു കാര്യം കൂടെ അതിൽ ചേർത്തിരിക്കുന്നു. അതൊരു വലിയ ആ തരത്തിൽ അത് കോടതിയെ തന്നെ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിരിക്കുന്നു കോടതി, സുപ്രീം കോടതി അടക്കം ആ രീതിയിലേക്ക് കാര്യങ്ങളെ കണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു എത്ര കണ്ട് അത് ഗ്രാവിറ്റി ഉള്ളൊരു വിഷയമായി ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള മാറുന്നു എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്ത ഏതാണ്ട് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഭഗവാനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് ജന്മഭൂമി അവരുടെ തലക്കെട്ടിൽ പറയുന്നത്. എല്ലാ പത്രങ്ങളിലും ഇത് ഒരു പ്രധാന വാർത്തയായി വരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രത്യേക ഒരു സമ്മിറ്റ് അവർ നടത്തിയിരിക്കുന്നു വയനാട്ടിൽ. അത് മൊത്തത്തിൽ എന്തൊക്കെ ബദൽ പരിപാടികൾ ആസൂത്രണം ചെയ്യണം, ഒപ്പം എന്താണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇലക്ഷനുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ്. ആ കാര്യം കൂടെ 1-ാം പേജിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഭരണം പിടിക്കാൻ ബദൽ വഴിയെന്നാണ് മാതൃഭൂമി തലക്കെട്ട് 1-ാം പേജിൽ പറയുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ എല്ലാ മേഖലയിലും ബദൽ രൂപീകരിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ഫെബ്രുവരി 6 തുടങ്ങും എന്നുള്ള ആ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. കടക്ക് പുറത്ത് എന്ന് മലയാള മനോരമ ആ വാർത്തയ്ക്ക് ഒരു തലക്കെട്ടിട്ട് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കെടുത്ത് പ്രചരണം നയിക്കാൻ കോൺഗ്രസ്. മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. കടക്ക് പുറത്ത് എന്നുള്ളതാണ്. ലക്ഷ്യ 2026 കോൺഗ്രസ് ക്യാമ്പിലെ പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം അവർ നൽകിയിരിക്കുന്നു. അത് വീക്ഷണം കുറേ കൂടെ വളരെ ആവേശത്തിൽ തന്നെയാണ്. കാരണം അവരുടെ സമ്മിറ്റിന് ശേഷമുള്ള കോൺഫിഡൻസ്, നേതാക്കളുടെ യോജിപ്പ്, അവരുടെ പ്രതികരണങ്ങൾ, ഇലക്ഷൻ പ്രതീക്ഷകൾ, അതെല്ലാം വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് 1-ാം പേജിൽ വീക്ഷണം നൽകിയിരിക്കുന്നു. പുതുകേരളത്തിന് പ്രക്ഷോഭ സജ്ജം, നാൾ കുറിച്ച് കോൺഗ്രസ് എന്നാണ് വീക്ഷണത്തിൻ്റെ 1-ാം പേജിലെ മെയിൻ സ്റ്റോറി. അത് ഒരു അര പേജിൽ 8 കോളത്തിൽ വളരെ വിശദമായി തന്നെ വീക്ഷണം ആ വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ, മംഗളത്തിൻ്റെ 1-ാം പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഈ വി.ഡി. സതീശനെ പൂട്ടാൻ BJPയും എന്നാണ് മംഗളത്തിൻ്റെ 1-ാം പേജ് വാർത്ത. പുനർജനിയിൽ CBI ശുപാർശ കേന്ദ്രം തള്ളില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കും എന്നുള്ള CBI അന്വേഷണ ശുപാർശ സ്വീകരിക്കാൻ എന്നാണ് മംഗളം പറയുന്നത്. അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് സതീശനെ പൂട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമം BJP നടത്തുന്നു എന്നുള്ളതാണ് മംഗളത്തിൻ്റെ ആ വാർത്തയിൽ പറയുന്നത്. ഒപ്പം അതിൽ ഈ ശബരിമല വിവാദത്തിൽ LDF ജാഥയിൽ മറുപടി പറയേണ്ട ജോസ് കെ മാണിയാണ് ആ മേഖലയിൽ നടക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ. ഇതിൽ കേരള കോൺഗ്രസിൽ അതൃപ്തിയുണ്ടെന്നൊരു വാർത്ത മംഗളം ഇന്ന് അതുകൂടെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഫെബ്രുവരി 1 മുതൽ 15 വരെ നടക്കുന്ന LDF മേഖലാ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൽ ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണി മധ്യമേഖലയിൽ ഉള്ളപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്നത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. കൗമുദിയെ സംബന്ധിച്ചിടത്തോളം അത് CPMൻ്റെ വാർത്തയിലേക്ക് വന്നിരിക്കുന്നു. കാരണം ജനപ്രീതി നോക്കി സ്ഥാനാർത്ഥികൾ വരും എന്നുള്ളതാണ്. നയിക്കുക പിണറായി തന്നെയായിരിക്കും. അങ്ങനെ 3, അതായത് 4-ൽ ജയിക്കാൻ BJP, കോൺഗ്രസിൽ 1-ലേറെ പേർ ഈ മനസ്സുകൊണ്ട് മത്സരത്തിന് സന്നദ്ധരായി മുൻ നേതാക്കൾ എന്ന് തുടങ്ങിയ രീതിയിൽ തന്നെ ആ വാർത്തയ്ക്ക് അവർ ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. കാരണം അത്
വീണ്ടും ഈ ടേം എന്ന് പറയുന്ന കാര്യം അത്ര സീരിയസ് ആയി പാലിക്കാൻ ഇത്തവണ CPM തയ്യാറായേക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഈ വാർത്ത ഉൾപേജിൽ മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. ഈ ടേമിൻ്റെ കാര്യത്തിൽ ഇത്തവണ അത്ര വലിയ കടുംപിടുത്തം ഉണ്ടാവില്ല എന്ന് തുടങ്ങി. ജയിച്ചാൽ മതി, മാനദണ്ഡം മാറുന്നു എന്ന് 7-ാം പേജിൽ മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നു. നിയമസഭ തെരഞ്ഞെടുപ്പിനായി CPM ജയിച്ചാൽ മതി, മാനദണ്ഡം മാറുന്നു, 2 ടേം കഴിഞ്ഞവരെ മത്സരിപ്പിക്കും, ഒറ്റത്തവണ മാത്രമായി ചിലരെ മാറ്റി നിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കേസ് കൊള്ളക്കേസിൽ സ്വാധീനത്തിന് വഴങ്ങരുത് എന്ന് SITയോട് ഹൈക്കോടതി പറഞ്ഞ കാര്യവും ഏതായാലും കൗമുദിയുടെ 1-ാം പേജിലുണ്ട്. മറ്റൊരു കൗതുകവും എന്നാൽ ഒരു അത്ഭുതപ്പെടുത്തുന്നതുമായ വാർത്ത കേരള സർവകലാശാലയിലെ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രതിഫല തുക സംബന്ധിച്ചാണ്. പ്രഭാഷണത്തിന് പ്രതിഫലം നൽകിയത് 20,000 രൂപ, നൽകിയത് $20,000. കേരള സർവകലാശാലയിൽ രൂപ ഡോളറായി 17 ലക്ഷം ആവിയായി എന്ന് മംഗളത്തിൻ്റെ 1-ാം പേജിൽ ആ വാർത്ത അവർ നൽകിയിരിക്കുന്നു. മലയാള മനോരമയുടെ ഉൾപേജിലേക്ക് പോയാൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസിൻ്റെ ഈ തയ്യാറെടുപ്പും അവരുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. എല്ലാ ബൂത്തിലും കോർഡിനേറ്റർമാരെ വെക്കുന്നു. SIRൽ വോട്ടുകൾ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താൻ അവരുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങും. ബത്തേരിയിലെ ആ ക്യാമ്പിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ സുനിൽ കനകൂലുമായിട്ട് സംസാരിക്കുന്ന ചിത്രം 9-ാം പേജിൽ മലയാള മനോരമ ഒരു പ്രാധാന്യത്തോടുകൂടെ ആ വാർത്തയ്ക്ക് ഒരു വലിയ പ്രാധാന്യം മലയാള മനോരമ നൽകിയിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ, അതായത് ഏറ്റവും പ്രധാനമായി ഇന്നലെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും ജാമ്യം നിഷേധിച്ച വാർത്ത സുപ്രഭാതം 1-ാം പേജിൽ നീതിയില്ല എന്ന തലക്കെട്ടിൽ സുപ്രഭാതം നൽകിയിരിക്കുന്നു. ഒപ്പം മാധ്യമവും ഈ വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഉമറിനും ഷർജീലിനും ജയിലിൽ തന്നെ എന്നാണ് ഇരു പത്രങ്ങളുടെയും മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഒപ്പം സുപ്രഭാതത്തിൻ്റെ 7-ാം പേജിൽ സംഭലിൽ വീണ്ടും ബുൾഡോസർ രാജ് എന്നൊരു വാർത്ത കൂടിയുണ്ട്. അവിടെ വൈദ്യുതി മോഷണം ആരോപിച്ച് പള്ളിയും മദ്രസയും പൊളിച്ചു, പിടിച്ചെടുത്ത ഭൂമികൾ 20 ദളിത് കുടുംബങ്ങൾക്ക് നൽകുമെന്ന് സർക്കാർ പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടെ അവർ ചേർത്തിരിക്കുന്നു. 1-ാം പേജിൽ ദേശാഭിമാനിയും 1-ാം പേജിൽ ജനയുഗവും മഡ്യൂറോയിൽ തന്നെയാണ്. തലകുനിക്കാതെ മഡ്യൂറോ എന്നുള്ള വാർത്ത ദേശാഭിമാനി ഇന്ന് 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം വീണ്ടും താരിഫ് ഭീഷണിയുമായി ട്രംപ്, പ്രീണനം ഫലിക്കുന്നില്ല എന്നുള്ള കാര്യം ആ വാർത്തയും അവർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ട്രംപ് എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടും ഇതിനെ തുടർന്ന് ലോകം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് കാണുക അല്ലെങ്കിൽ നോക്കിക്കാണുക, എന്തൊക്കെ പ്രതികരണങ്ങൾ വരും എന്നുള്ളതാണ് അടുത്ത മണിക്കൂറുകളിൽ അറിയേണ്ടത്. കാരണം ക്യൂബയ്ക്കെതിരെ പറയുന്നു, കൊളംബിയക്കെതിരെ പറയുന്നു, ഗ്രീൻലാൻഡിനെ അവർക്ക് വേണം എന്ന് ട്രംപ് പറയുന്നു. ഇതെല്ലാം തന്നെ ഒരാളിരുന്ന് ആവശ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട സാധൂകരണം നടത്തുന്ന രീതിക്ക് സമീകരിക്കുന്ന രീതിയിൽ വാർത്തകൾ അല്ലെങ്കിൽ വിശകലനങ്ങൾ വരുന്നു. ഇതൊക്കെ പല ലോകരാജ്യങ്ങളെയും വലിയ രീതിയിലുള്ള എതിർപ്പിൻ്റെ ഒരു പുതിയ ചേരിയെ തന്നെ ഉയർത്തുന്നതിന് കൂടെ കാരണമാകുമെന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ വെനസ്വേലയിലെ ഈ എണ്ണ വിപണി അല്ലെങ്കിൽ ഇത് എഞ്ചിനീയർ ചെയ്യുന്ന കാര്യത്തിൽ പണ്ട് അമേരിക്ക ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ സഹായം ഉണ്ടായിരുന്നു ഈ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ അത് പ്രോസസ്സ് ചെയ്യാനെന്ന് പറയുന്ന ആ വാദം പോലും അമേരിക്ക ഉന്നയിക്കുന്നതിൽ ഒരു കഥയില്ല. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ റെയിൽവേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യയുടെ അവകാശമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാനുള്ള അതിനുള്ള ഒരു ന്യായമാകുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണത്. അതേതായാലും വലിയ രീതിയിലുള്ള രാജ്യവ്യാപകമായ അല്ലെങ്കിൽ വിവിധ ലോകരാജ്യങ്ങളുടെ വിമർശനത്തിന് കാരണമായി. ആ വാർത്തയ്ക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൂടെ നൽകിയിരിക്കുന്നു. അത് അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് ലോകമാധ്യമങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഇൻഡോറിലെ ഈ മലിനജല ദുരന്തം പടരുന്ന കാര്യവും ആ വാർത്ത ദേശാഭിമാനി 9-ാം പേജിൽ ഒരു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നുവെന്ന് പറയാം. കാരണം അത് ഒരു നിസ്സാരമായ വാർത്തയല്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ഉള്ള ഒരു ലാപ്സ് അതിന് പുറകിലുണ്ട്. കാരണം 226ഓളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും നാളുകൾക്കുള്ളിൽ ഒരു നടപടിയും ആ മേഖലയിൽ ഉണ്ടായില്ല. അതുമൂലം ധാരാളം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾക്കും വിദ്വേഷ പരാമർശത്തിനും കുപ്രസിദ്ധനായ BJPയുടെ മധ്യപ്രദേശിലെ മന്ത്രി കൈലാഷ് വിജയവർഗീയയുടെ ചുമതലയിലുള്ള വകുപ്പാണ്, അതിൻ്റെ വകുപ്പിൻ്റെ കീഴിലാണ് ഈ ലാബ്സ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മലയാള മനോരമയുടെ 14-ാം പേജിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനെ പുറത്താക്കിയ വാർത്തയുണ്ട്. അമോറിം ഔട്ട് എന്ന് പറഞ്ഞ് വാവിട്ട വാക്കിന് പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് റൂബൻ അമോറിം പരിശീലക സ്ഥാനം കൈവിട്ടു എന്നുള്ളതാണ്. ഈ സമനില വഴങ്ങിയതിന് ഇന്നലെ
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സമനില വഴങ്ങിയതിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾ വളരെ പ്രകോപനപരമായ ചില പ്രതികരണങ്ങൾ നടത്തി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്നാണ് ഈ നടപടി വന്നിരിക്കുന്നത്. ഏതായാലും പലതരത്തിലുള്ള വ്യത്യസ്തമായ വാർത്തകളുണ്ട്. ഒപ്പം മഡ്യൂറോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. ഈ വാർത്തകളിലേക്കൊക്കെ തന്നെയാണ് ലോകം, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളത്തിലേക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വാർത്തകളുടെ മണിക്കൂറുകളിലേക്ക് നമുക്ക് ഏതായാലും പോകാം. സേതു.